പറയുന്നു തിരുനബി നമ്മളോടു ജലിയ, ചിരിക്കാതെ നിങ്ങൾ നിന്ന് കേൾക്ക് ബുക്കിയ. ദിനമഞ്ച് സമയം ഖബറതാ വിളിക്കുന്ന്, എന്നിട്ട് കാര്യം നമ്മളോടുണർത്തുന്ന്. ഒറ്റയ്ക്ക് കഴിയേണ്ടുന്ന വീടാണ് ഇത്, കൂട്ടിനുമാളുണ്ടാക്കി വരലാ വേണ്ടത്. കൂടാതിരുട്ടാണ് ഇതിൽ, അത് കൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട്. മദറും ഹജർ മണ്ണാണിതിൽ കിടപ്പുള്ളത്, വിരിപ്പോട് കൂടിയിട്ടാകണേ എത്തേണ്ടത്. ഫക്റിൻ്റെ വീടാണ് ഇതും, അത് കൊണ്ട് ചുമത്തിട്ട് വരണേ ഇവിടെ നിധിയും കൊണ്ട്. പാമ്പും അക്കാരിബ് സൂസുമാണിതിലുള്ളത്, തടയേണ്ടതും കൊണ്ടാകണേ എത്തേണ്ടത്. ഇതിനുള്ള വഴി എന്താണ് നബിയെ എന്ന് കേട്ടിട്ടൊരു അറാബി ചോദിച്ചെന്ന്. റബ്ബിൻ്റെ ഖുർആൻ ഓതലാ കൂട്ടിന് തരപ്പെട്ടതായി കാണുന്നതാ നിനക്കന്ന്. നിസ്കാരമാണ് നിനക്കതിൽ ഇരുട്ടിന്, അത് നിസ്കരിച്ചോരാ പകൽ ലൈറ്റിന്. നിധി കലിമത്തു തൗഹീദ് തന്നെന്നറിയണേ, അതിലുപരി മറ്റൊരു നിധിയുമില്ലെന്നോർക്കണേ. ഇനി നല്ല അമലുകൾ ചെയ്തു എന്നാൽ പിന്നെ മറ്റുള്ളതൊക്കെ സലാമത്തായി വരൽ തന്നെ. ഇത് തദ്കിറത്തുൽ വാഇദീൻ വിവരിച്ചതാ, 57 നോക്കിയാൽ കാണുന്നതാ. ചിരിക്കുന്ന കൗമിനെ റബ്ബ് കുറ്റം പറയലും, കരയുന്ന കൂട്ടരെയൊക്കെ വളരെ സ്തുതിക്കലും കാണുന്നതാണ് നജ്മിയിൽ തന്നന്ത്യമായി, അതുപോലെ തന്നെ ഇസ്രായിലും പ്രത്യക്ഷമായി. നബി മൂസ പിരിയും സമയമിൽ ഖിദറെന്ന് ഉപദേശമായി പൊട്ടിച്ചിരിക്കരുതെന്ന്. അബ്ദുൽ അസീസ് മകൻ സഈദും 40 വർഷം വരെ ചിരിക്കാതെയാണ് മരിച്ചത്. അതുപോലെ താഊസുസ്സലമി വർഷം 50 ചിരിക്കാതെ രീതിയിലാണ് കാണപ്പെട്ടത്. അബൂ ഹനീഫ ഇമാമുനാളം ചെയ്തത് ചിരിക്കുന്നതായി ധരിക്കന്ന് വിജയം കണ്ടത്. ഇമാമിനോട് എതിരാളി ചോദിച്ചെന്ന്, ഇൽമിൻ്റെ ചർച്ചയിലെന്ത് താൻ ചിരിക്കുന്നു?